ഓം ശ്രീമാത്രേ നമഃ. എല്ലാവർക്കും നമസ്കാരം. ശ്രീമദ് ലളിതാ സഹസ്രനാമ സ്തോത്രത്തിലെ 90 മുതൽ 97 വരെയുള്ള നാമമന്ത്രങ്ങളിൽ അമ്മയുടെ സൂക്ഷ്മതമമായ രൂപവർണ്ണനയാണ് നമ്മൾ കണ്ടത്. ഇനി 98 മുതൽ 106 വരെയുള്ള നാമമന്ത്രങ്ങളിലും അതേ സൂക്ഷ്മതമമായ രൂപവർണ്ണനയാണ് നോക്കാൻ പോകുന്നത്. 97ാമത്തെ നാമമന്ത്രത്തിൽ നമ്മൾ കണ്ടു അമ്മ സമയാന്തസ്ഥയാണെന്ന്. സമയം എന്ന ആചാര പദ്ധതിയിൽ, ആന്തരികമായ പൂജാ പദ്ധതിയിൽ അതിൻ്റെ അന്തത്തിൽ, മധ്യത്തിൽ സ്ഥിതി ചെയ്യുന്നവൾ, അല്ലെങ്കിൽ അതിൻ്റെ അന്തത്തിൽ സ്ഥിതി ചെയ്യുന്നവൾ. ഇനി 98ാമത്തെ നാമമന്ത്രത്തിൽ പറയുന്നു അമ്മ സമയാചാര തത്പര. ഇവിടെ ചൊല്ലുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് തത്പര, ആചാര തത്പര, സമയാചാര തത്പര. ചൊല്ലുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ: സമയ എന്ന് കഴിഞ്ഞിട്ട് പദച്ഛേദം ചെയ്തിട്ട് ആ എന്നുള്ള അക്ഷരം മുകളിൽ ചേർത്തിട്ടുണ്ട്. ആ എന്നുള്ള അക്ഷരം ചേർത്തുകൊണ്ട് ജപിച്ചാൽ അർത്ഥം മാറിപ്പോകില്ല, അല്ലെങ്കിൽ സമയാചാര തത്പര എന്നൊക്കെ ചൊല്ലിപ്പോകും. അതുകൊണ്ട് അത് ശ്രദ്ധിക്കണം. സമയാചാരമാണ്. സമയം എന്ന ആചാരം, പൂജാപദ്ധതി, അതിൽ തത്പര, ഇവിടെ തൽപര എന്നും ജപിക്കാം. പക്ഷെ കുറച്ചുകൂടി ആപ്റ്റായിട്ടുള്ളത് തത്പര എന്നുള്ളതാണ്. ഈ മന്ത്രത്തിന്റെ സ്ഥൂലാർത്ഥം നേരത്തെ നമ്മൾ കണ്ടതുപോലെ തന്നെയാണ്. ഷഡാധാരങ്ങളിൽ മൂലാധാരത്തിൽ തുടങ്ങി പടിപടിയായി ദേവിയെ 6 ആധാരങ്ങളിലും സങ്കല്പിച്ച് മാനസപൂജ ചെയ്യുന്ന ആ ഒരു ആന്തരികമായ പൂജാ പദ്ധതി, അതിൽ ശിവനെയും ശക്തിയെയും ഐക്യമായി കണ്ടിട്ടാണ് ഈ പൂജാ പദ്ധതി ചെയ്യുക. അങ്ങനെയുള്ള സമയാചാര തത്പരയായ ആ മഹാദേവിക്ക് നമസ്കാരം. ഇനി 99ാമത്തെ നാമമന്ത്രം മൂലാധാരൈക നിലയ. നിലയ, ആധാരൈക നിലയ, മൂലാധാരൈക നിലയ. ചൊല്ലുമ്പോൾ ശ്രദ്ധിക്കാനുള്ളത് മൂല എന്ന് കഴിഞ്ഞ് പദച്ഛേദം ചെയ്തിട്ട് ആ എന്നുള്ള അക്ഷരം ചേർത്തിട്ടുണ്ട്. അപ്പോൾ മൂലാധാരം, മൂലാധാരൈക നിലയ എന്ന് വരണം. അതല്ലാതെ മൂലാധാരൈക നിലയ എന്ന് വരാൻ പാടില്ല. മൂലാധാരം എന്ന് തന്നെ കേൾക്കണം. പിന്നെ മൂലാധാര പ്ലസ് ഏക മൂലാധാരൈക, അതുകൊണ്ടാണ് മൂലാധാരൈക നിലയ. നിലയ എന്ന് നീട്ടേണ്ടതാണ്. മൂലാധാര ചക്രം വാസസ്ഥാനമായുള്ളവൾ, അല്ലെങ്കിൽ മൂലാധാര ചക്രത്തിൽ ഏകമായി നിലകൊള്ളുന്നവൾ എന്നൊക്കെയാണ് ഈ മന്ത്രത്തിന്റെ അർത്ഥം. ഇവിടെ ബുധലിംഗ മധ്യത്തിലായിട്ട് 3.5 ചുറ്റായി ആ കുണ്ടലിനി ശക്തി, ശ്രീ മഹാദേവി, അല്ലെങ്കിൽ ആ ആദി മഹാദേവി, ആ ശക്തി ചൈതന്യം ഉറങ്ങിക്കിടക്കുന്നു. ശ്രദ്ധാപൂർവമായ മന്ത്രോപാസന, ഗുരുകടാക്ഷം എന്നീ കാര്യങ്ങളാൽ ആ ചൈതന്യം ഉണർന്ന്, ആ മഹാദേവി ഉണർന്ന് തൻ്റെ സ്വഭർത്താവ്, അതായത് നെറുകിലുള്ള ബ്രഹ്മരാന്ധ്രത്തിന് കീഴിലുള്ള സഹസ്രാര പത്മത്തിലിരിക്കുന്ന സ്വഭർത്താവുമായി വിഹരിക്കാനായിട്ട് ശരീരത്തിലെ 6 ആധാരചക്രങ്ങളെയും അതിൻ്റെ കൂടെയുള്ള ഗ്രന്ഥിത്രയങ്ങളെയും ഭേദിച്ച് ആ സഹസ്രാര പത്മത്തിലേക്ക് കുതിക്കുന്നു. ആ പ്രയാണത്തെ കുറിച്ചിട്ടാണ് ഇനി അങ്ങോട്ടുള്ള നാമമന്ത്രങ്ങളിൽ പശുന്യാദി വാഗ്ദേവതമാർ വർണ്ണിക്കുന്നത്. അപ്പോൾ 100ാമത്തെ നാമമന്ത്രം ബ്രഹ്മഗ്രന്ഥി വിഭേദിനി. വിഭേദിനി, ബ്രഹ്മഗ്രന്ഥി വിഭേദിനി. ചൊല്ലുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ബ്രഹ്മം എന്നാണ് ഇവിടെ എഴുതിയിട്ടുള്ളത്. പക്ഷെ ചൊല്ലുമ്പോൾ ബ്രഹ്മം എന്ന് വരണം. പിന്നെ ഗ്രന്ഥി, ന പ്ലസ് ഥായാണ്. ഗ്രന്ഥി വിഭേദിനി. ഭ ഘോഷശബ്ദാണ്, അല്ലെങ്കിൽ മഹാപ്രാണൻ. അപ്പം അതുകൊണ്ട്
അതങ്ങനെ തന്നെ ഉച്ചരിക്കേണ്ടതാണ്. വിഭേദിനി എന്ന് നീട്ടേണ്ടതാണ്. അങ്ങനെ ഈ മന്ത്രത്തിന്റെ ഒരു സ്ഥൂലാർത്ഥം ഷഡാധാര ചക്രങ്ങളെ കുറിച്ചിട്ട് നമ്മൾ കണ്ടതാണ്. മൂലാധാരം, സ്വാധിഷ്ഠാനം, മണിപൂരകം, അനാഹതം, വിശുദ്ധി, ആജ്ഞ. ഇങ്ങനെ 6 ചക്രങ്ങളെ 3 ഖണ്ഡങ്ങളായി തിരിച്ചിട്ടുണ്ട്. ഇതിൽ മൂലാധാരം, സ്വാധിഷ്ഠാനം എന്നത് 1ാമത്തെ ഖണ്ഡം, മണിപൂരകം, അനാഹതം 2ാമത്തെ ഖണ്ഡം, വിശുദ്ധി, ആജ്ഞ എന്നത് 3ാമത്തെ ഖണ്ഡം. ഇതിൽ ആദ്യത്തെ ഖണ്ഡമായ മൂലാധാരം, നേരത്തെ പറഞ്ഞതുപോലെ ഗുരുകടാക്ഷം കൊണ്ടും അതീവ ശ്രദ്ധയോടുകൂടിയുള്ള മന്ത്രോപാസന കൊണ്ടും ഉണർന്ന ആ കുണ്ടലിനി ശക്തി മൂലാധാര ചക്രത്തിൽ നിന്നും ഉണർന്ന് സ്വാധിഷ്ഠാന ചക്രത്തിൽ ബ്രഹ്മാവിന്റെ രൂപത്തിൽ പ്രകാശിക്കുന്നു. ഈ മൂലാധാരം, സ്വാധിഷ്ഠാനം, ഈ ചക്രത്തിന്റെ ഉപരിഭാഗം, ആ ഭാഗത്തിന് പറയുന്ന പേരാണ് ബ്രഹ്മഗ്രന്ഥി. അതായത് സ്വാധിഷ്ഠാന ചക്രത്തിൽ ബ്രഹ്മാവിന്റെ രൂപത്തിൽ പ്രകാശിക്കുന്നു എന്ന് നമ്മൾ കണ്ടതാണ്. അപ്പൊ ഗ്രന്ഥി എന്നാൽ കെട്ടുപിണഞ്ഞത് എന്നൊരർത്ഥമുണ്ട്. അതുപോലെ തന്നെ വാസനാബന്ധങ്ങളെയും ഗ്രന്ഥി എന്ന ഈ പദം കുറിക്കുന്നുണ്ട്. നാഡീ സമൂഹത്തിൽ വ്യാപിച്ചിട്ടുള്ള വാസനാബന്ധങ്ങൾ. അതുകൂടാതെ വേറൊരു ഗ്രന്ഥിയെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കാനായിട്ട് നമ്മൾ ബലിയിടാൻ ഉപയോഗിക്കുന്ന ദർഭപ്പുല്ലുകൊണ്ടുള്ള ആ പവിത്രക്കെട്ട് മോതിരം, ആ പവിത്രക്കെട്ടിന്റെ കെട്ടിനെയും ഗ്രന്ഥി എന്നാണ് പറയുക. അപ്പോ ആ ഉപരിഭാഗം, ആ ബ്രഹ്മഗ്രന്ഥിയെ വിഭേദിക്കുന്നവൾ, അതാണ് ഇവിടെ വശിന്യാദി വാഗ്ദേവതമാർ വർണ്ണിച്ചിരിക്കുന്നത്. ബ്രഹ്മഗ്രന്ഥി വിഭേദിനി. വിഭേദിനി വിശേഷേണ ഭേദിക്കുന്നവൾ. ആ ഭേദിച്ചതിന് ശേഷം ആ മഹാശക്തി എത്തുന്നു നമ്മുടെ നാഭിപ്രദേശത്തുള്ള ആ അടുത്ത ചക്രത്തിൽ. അതെന്താണെന്ന് നോക്കാം. 101ാമത്തെ നാമമന്ത്രത്തിലേക്ക്. മണിപൂരാന്തരുദിത. ഇവിടെ ചൊല്ലുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്, അല്ലെങ്കിൽ ആദ്യം ഒന്ന് പദച്ഛേദം ചെയ്യാം. ഉദിത, അന്തരുദിത, മണിപൂരാന്തരുദിത. ഇവിടെ മണിപൂരാന്ത എന്ന് കഴിഞ്ഞിട്ട് വിസർഗമാണ്. അതുകൊണ്ടാണ് മണിപൂരാന്ത ഉദിത. അപ്പോ വിസർഗം കഴിഞ്ഞിട്ട് ഊ വരുമ്പോൾ ഋ അല്ലെങ്കിൽ ഋ എന്നുള്ള അക്ഷരാണ് വരിക. അതുകൊണ്ടാണ് ഇവിടെ മണിപൂരാന്തരുദിത എന്ന് വന്നത്. അപ്പോ ചൊല്ലുമ്പോൾ മണിപൂരാന്തരുദിത എന്ന് ചൊല്ലിപ്പോകരുത്, മണിപൂരാന്തരുദിത എന്ന് വരണം. മണിപൂരാന്തരുദിത. അന്തരുദിത. അന്ത മണിപൂരാന്ത പ്ലസ് ഉദിത. മണിപൂരാന്തരുദിത നീട്ടേണ്ടതാണ്. അപ്പോൾ ബ്രഹ്മഗ്രന്ഥിയെ വിഭേദിച്ച ആ മഹാശക്തി അന്തർഭാഗത്ത് ഉദിച്ചവൾ അല്ലെങ്കിൽ പ്രകാശിച്ചരുളുന്നവൾ, അങ്ങനെയും പറയാം. അങ്ങനെ ആ മണിപൂരക ചക്രത്തിന്റെ അന്തർഭാഗത്ത് ഉദിച്ച ആ മഹാശക്തി അതിനുശേഷം പറയുന്നു അടുത്ത നാമമന്ത്രം. 102ാമത്തെ നാമമന്ത്രത്തിൽ പറയുന്നു വിഷ്ണുഗ്രന്ഥി വിഭേദിനി. 2ാമത്തെ ഖണ്ഡമായ മണിപൂരകം അനാഹതം, അതിന്റെ ഉപരിഭാഗത്തിന് പറയുന്ന പേരാണ് വിഷ്ണുഗ്രന്ഥി. മണിപൂരക ചക്രത്തിൽ അമ്മ വിഷ്ണുവിന്റെ രൂപത്തിൽ ഉള്ളതുകൊണ്ടും ആ ഗ്രന്ഥിക്ക് പറയുന്ന പേര് വിഷ്ണുഗ്രന്ഥി എന്നാണ്. അപ്പോൾ മണിപൂരക ചക്രത്തിൽ ഉദിച്ച ആ മഹാശക്തി അനാഹത ചക്രത്തെ ഭേദിച്ച്, അനാഹതം എന്നത് നമ്മുടെ നെഞ്ചിന്റെ നടുവിലുള്ള ഒരു ചക്രമാണ്, അതിനെ ഭേദിച്ചിട്ട് അതിന്റെ ഉപരിഭാഗത്തുള്ള വിഷ്ണുഗ്രന്ഥിയെ വിഭേദിക്കുന്നു. അതാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. വിഷ്ണുഗ്രന്ഥി വിഭേദിനി. വിഭേദിനി, വിഷ്ണുഗ്രന്ഥി വിഭേദിനി. ചില ആളുകൾ ഇങ്ങനെ ചൊല്ലാറുണ്ട്, വിഷ്ണുഗ്രന്ഥി വിഭേദിനി, രുദ്രഗ്രന്ഥി വിഭേദിനി. അങ്ങനെ ചൊല്ലേണ്ട ആവശ്യമില്ല. വിഷ്ണുഗ്രന്ഥി വിഭേദിനി, ബ്രഹ്മഗ്രന്ഥി വിഭേദിനി, ഇത്രയും മതി. ഇനി അടുത്തതായി പറയുന്നു 102ാമത്തെ നാമമന്ത്രം കഴിഞ്ഞിട്ട് 103.
ആജ്ഞാചക്രാന്തരാളസ്ഥ അന്തരാളസ്ഥ ആജ്ഞാചക്രാന്തരാളസ്ഥ. ഇതില് ചൊല്ലുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ആജ്ഞാചക്ര എന്ന് കഴിഞ്ഞിട്ട് പദച്ഛേദം ചെയ്തിട്ടുണ്ട്, പിന്നെ അന്തരാളസ്ഥ എന്ന് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആജ്ഞാചക്രാന്തരാളസ്ഥ, ആജ്ഞാചക്രത്തിന്റെ അന്തരാളത്തിൽ സ്ഥിതി ചെയ്യുന്നവൾ. നമ്മൾ നേരത്തെ കണ്ടു, അനാഹത ചക്രം കഴിഞ്ഞ് അനാഹത ചക്രം കഴിഞ്ഞ് വിഷ്ണുഗ്രന്ഥി വിഭേദിച്ച ആ മഹാശക്തി പിന്നെ തൊണ്ടയുടെ ഭാഗത്തുള്ള വിശുദ്ധി ചക്രത്തെ ഭേദിച്ചിട്ട് നേരെ നമ്മുടെ ഭ്രൂമധ്യത്തിലുള്ള രണ്ടിതളോട് കൂടിയ ആ ആജ്ഞാചക്രത്തിൽ അതിൻ്റെ അന്തരാളത്തിൽ സ്ഥിതി ചെയ്യുന്നവൾ. ഇവിടെ അമ്മ രുദ്രരൂപിണിയായിട്ടാണ്. അപ്പൊ ആദ്യം നമ്മൾ കണ്ടു സ്വാധിഷ്ഠാന ചക്രത്തിൽ ബ്രഹ്മാവിന്റെ രൂപത്തിൽ, മണിപൂരക ചക്രത്തിൽ വിഷ്ണുവിന്റെ രൂപത്തിൽ, ആജ്ഞാചക്രത്തിൽ രുദ്രരൂപത്തിലായിട്ടാണ് അമ്മ സ്ഥിതി ചെയ്യുന്നത്. അതാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. ആജ്ഞാചക്രത്തിന്റെ അന്തരാളത്തിൽ മധ്യത്തിൽ സ്ഥിതി ചെയ്യുന്നവൾ. അതിനുശേഷം 104-ാമത്തെ നാമമന്ത്രത്തിൽ പറയുന്നു, രുദ്രഗ്രന്ഥി വിഭേദിനി വിഭേദിനി രുദ്രഗ്രന്ഥി വിഭേദിനി. മൂന്നാമത്തെ ഖണ്ഡമായ വിശുദ്ധി ചക്രം, ആജ്ഞാചക്രം, അതിൻ്റെ ഉപരിഭാഗമാണ് രുദ്രഗ്രന്ഥി. ആജ്ഞാചക്രത്തിൽ അമ്മ രുദ്രരൂപിണിയായിട്ടാണ് കുടികൊള്ളുന്നത്. അപ്പോൾ അതിനു മുകളിലുള്ള ഉപരിഭാഗം രുദ്രഗ്രന്ഥി. ആ രുദ്രഗ്രന്ഥിയെ വിഭേദിക്കുന്നവൾ, അതാണ് ഇവിടെ 104-ാമത്തെ നാമമന്ത്രത്തിൽ പറഞ്ഞിട്ടുള്ളത്. അതിനുശേഷം പറയുന്നു 105-ാമത്തെ നാമമന്ത്രത്തിൽ, ഈ ഗ്രന്ഥിത്രയങ്ങളെ വിഭേദിച്ചിട്ട് ആ മഹാശക്തി എത്തുന്നത് ബ്രഹ്മരന്ധ്രത്തിന് കീഴിലുള്ള സഹസ്രാര പത്മത്തിലാണ്. അതാണ് 105-ാമത്തെ നാമമന്ത്രത്തിൽ പറയുന്നു, സഹസ്രാരാംബുജാരൂഢ. പദച്ഛേദം ചെയ്യുമ്പോൾ ആരൂഢ, അംബുജാരൂഢ, പിന്നെ ആരാംബുജാരൂഢ, സഹസ്രാരാംബുജാരൂഢ ഇങ്ങനെ വരണം. അതല്ലാതെ സഹസ്രാരാംബുജാരൂഢ എന്നും ചൊല്ലിപ്പോകരുത്. സഹസ്രാരാംബുജാരൂഢ എന്ന് വരണം. അപ്പോൾ സഹസ്രം എന്നാൽ ആരങ്ങൾ, സഹസ്രം എന്നാൽ 1000, ആരങ്ങൾ എന്നാൽ ദലങ്ങൾ, അംബുജം എന്നാൽ താമര, ആരൂഢ എന്നാൽ അതിൽ ഇരിക്കുന്നവൾ. അപ്പോൾ സഹസ്രാര പത്മത്തില് തൻ്റെ പതിയുമായി ശ്രീ പരമേശ്വരനുമായി സംയോഗത്തിനായിട്ടെത്തിയ ആ മഹാദേവി ശ്രീ പരമേശ്വരനുമായി ശിവശക്തി ഐക്യ രൂപിണിയായി അവിടെ വിഹരിക്കുന്നു. അതിനുശേഷം 106-ാമത്തെ നാമമന്ത്രത്തിൽ പറയുന്നു, സുധാസാരാഭിവർഷിണി. ഇവിടെ വർഷിണി അല്ലെങ്കിൽ വർഷിണി, അഭിവർഷിണി, ആസാരാഭിവർഷിണി, സുധാസാരാഭിവർഷിണി. ചൊല്ലുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്, ഞാൻ വർഷിണി എന്നാണ് എഴുതിയിട്ടുള്ളത്, പക്ഷെ ഞാൻ ചൊല്ലിയത് വർഷിണി എന്നാണ്. അപ്പോൾ സൗത്ത് ഇന്ത്യയിലൊക്കെ കഴിഞ്ഞ ക്ലാസ്സുകളിലൊക്കെ പറഞ്ഞതുപോലെ നമ്മുടെ ആചാര്യന്മാരും പണ്ഡിതന്മാരൊക്കെ ഇങ്ങനെയാണ് ചൊല്ലാറുള്ളത്. അപ്പോൾ എന്നെ പഠിപ്പിച്ചതും ഇങ്ങനെ തന്നെ ആയതുകൊണ്ട് വരിഷിണി എന്നാണ് ചൊല്ലിയിട്ടുള്ളത്. വർഷിണി എന്നും ചൊല്ലാം. അഭിവർഷിണി, ഭാഷ ശ്രദ്ധിക്കണം. പിന്നെ ആസാരമാണ്, സുധാസാരാഭിവർഷിണി എന്നാണ്. അതല്ലാതെ സുധാസാരാഭിവർഷിണി, മിക്ക ആളുകൾ ഇങ്ങനെയാണ് ചൊല്ലാറുള്ളത്. സുധാസാരാഭിവർഷിണി അങ്ങനെ ചൊല്ലരുത്. സുധാസാരമാണ്. സുധ എന്നാൽ അമൃത്, ആസാരം എന്നാൽ ഒഴുക്ക്, അഭിവർഷിക്കുന്നവൾ, അതിനെ നല്ലവണ്ണം ഒഴുക്കുന്നവൾ എന്നാണ് ഈ മന്ത്രത്തിന്റെ സ്ഥൂലാർത്ഥം. അപ്പോൾ ഒന്നുകൂടി ചൊല്ലാം, സുധാസാരാഭിവർഷിണി,
സുധാസാരാഭിവർഷിണി അങ്ങനെ വരണം. അപ്പൊ നമ്മൾ നേരത്തെ കണ്ടു അമ്മ സഹസ്രാരാംബുജാരൂഢയാണെന്ന്. ശിവശക്തിയ്ക്ക് സംയോഗമുണ്ടായി സഹസ്രാര പത്മത്തിൽ. അതിനുശേഷം അതിൽ നിന്നും ഉണ്ടാകുന്ന ആ അമൃത് കുണ്ടലിനീ ശക്തി ഉണർന്ന ആ ഉപാസകനെ പരനിർവൃതിയിൽ എത്തിക്കുന്നു. അവിടെ അമ്മ കുലാമൃതൈക രസികയായി ഇരിക്കുന്നു. അങ്ങനെ ആ കുലാമൃതൈക രസികയായ ആ സുധാസാരാഭിവർഷിണിയായ ആ മഹാദേവി നമ്മളെയും ഇതേപോലെ ജപിച്ച് മുന്നോട്ട് പോകുമ്പോൾ ചില ജന്മങ്ങൾ ചിലപ്പോൾ എടുത്തേക്കാം, ഇനിയും ജന്മങ്ങൾ എടുത്തേക്കാം. അങ്ങനെ ഏതെങ്കിലും ഒരു ജന്മത്തിൽ ഇങ്ങനെ കുണ്ടലിനി ശക്തി ഉണർന്ന് ആ അമൃതധാര നുകർന്ന് അതിൻ്റെ പരനിർവൃതിയിലെത്താനായിട്ട് ആ മഹാദേവി അനുഗ്രഹിക്കട്ടെ. ഓം സുധാസാരാഭിവർഷിണ്യൈ നമഃ.